ഹലോ മനുഷ്യന്മാർക്ക് ഓൺലൈൻ മൂന്നിന്റെ പുതുവരിലേക്ക് സ്വന്തം അപ്പം വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് കിടക്കാച്ച് പ്രാങ്ക് ചെയ്തത്. അതായത് എന്റെ ബുദ്ധിയിൽ ഉദിക്കാത്ത പ്രാങ്ക് ഉണ്ടോ ഗൈസ് ഒക്കെ. അതായത് നമ്മളൊരു ഫീമെയിൽ ക്യാരക്ടറിനെ വെച്ചാണ് ഇതേപോലത്തെ ഒരു വ്യത്യസ്തമായ ഒരു ബണ്ടിൽ വെച്ച് കണ്ട് നമ്മൾ കുറച്ച് ബോയ്സിനെ പ്രാങ്ക് ചെയ്യാം. അതായത് കോഴിയുടെ കൂക്കണ് ഗൈസ്. അതായത് നമ്മൾ കുറച്ച് കോഴികളെ നമ്മൾ ഇന്ന് പ്രാങ്ക് ചെയ്യാൻ പോവാണ്. അതൊരു കിടക്കാച്ച വീഡിയോ ആണ്. ഇത് വീഡിയോ ഭയങ്കര എഫൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവസാനം വമ്പം ടിസ്റ്റ് ഉണ്ട്. വീഡിയോ അവസാനം വരെ കാണാൻ. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളെ പ്ലാനത്ത് മാത്രമല്ല നമ്മൾ ന്യൂബാണ് അവന്മാരെ കൊണ്ട് തെളിയിപ്പിച്ച് എന്നിട്ട് നമ്മളെ പരിപാടി തുടങ്ങി നോക്കാം. അതായത് നമ്മൾ ന്യൂബാണ് നമ്മളെ കൊണ്ട് കളിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ എത്തിക്കുക. അതിനുശേഷം നമ്മൾ സ്വന്തമായിട്ട് എലിമിനേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ജസ്റ്റ് 2 റൗണ്ട് 3 റൗണ്ട് എലിമിനേറ്റ്. അപ്പോൾ കഴിച്ച് ഒരു കാട്ടു വെടല എൻ്റെ അതേ ട്രിക്ക് ഉപയോഗിച്ച് ഇവൻ ഏതവനാളാ നീ എടാ ഗൈസ്. ഞാനത് കണ്ടന്റ് ചെയ്യുക ഇവൻ എന്തിനാണ് ഇത് ചെയ്യുക എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരു കണ്ടന്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്വന്തം ആത്മഹത്യ ചെയ്തത്. എനിക്കൊരു കണ്ടന്റിന് വേണ്ടി ഇവരെന്തിനാ ഗൈസ് പോയി ആത്മഹത്യ. ഇവനും വല്ല ന്യൂ പ്രാങ്ക് ചെയ്യാൻ വല്ല യൂട്യൂബറാണെന്ന് ആർക്കറിയാം. ഓക്കെ അപ്പോൾ ഗൈസ് അതൊക്കെ വിട്ടിട്ട് നമ്മൾ നേരത്തെ പോകുമ്പോൾ ജസ്റ്റ് കണ്ടില്ല എൻ്റെ ടീമേറ്റ് എൻ്റെ ജീവന ടീമേറ്റ് മൊത്തം അടി ഒരുത്തം വീണൊക്കെ ഒരുത്തം വീണെങ്കിൽ മറ്റൊരുത്തി പവർ കാണിച്ച് അടിക്കണ്ടോക്കെ അടി അവന് വീണോക്കെ അവന് വീണ ബാക്കിലൂടെ ഒരുത്തി ടയറിനെ വലിപ്പൊക്കെ നോക്കാൻ കുത്തിട്ടുണ്ട്. ജസ്റ്റ് അടിച്ചിട്ട് എല്ലാത്തിനും അടിച്ചിട്ടാണൊക്കെ. ഓക്കെ ബാക്കിൽ ഒരുത്തുണ്ട് ജസ്റ്റ് കയറിയിട്ടുണ്ട്. എൻ്റെ പൊന്നെ കഴിച്ച് ഇവളെ എൻ്റെ പേന മൊത്തം തകർക്കും കഴിച്ച്. ഞാൻ വിചാരിച്ച ആദ്യത്തെ റൗണ്ട് തോൽക്കണം, രണ്ടാമത്തെ റൗണ്ട് തോൽക്കണം, മൂന്നാമത്തെ പവർ കാണിച്ച് വരുന്ന വിചാരിച്ചപ്പോൾ അതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ അതാണ് വേണ്ടതൊക്കെ. അങ്ങനെ കഴിച്ച് രണ്ടാമത്തെ റൗണ്ട് എത്തിയിരിക്കുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ കൽപ്പിച്ചു വിട്ടത്. അതായത് ഈ മീൻസ് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ എലിമെന്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ രൂപ വിചാരിച്ചു. അപ്പോൾ ഒക്കെ കാര്യം. ഓക്കെ അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ചെറിയൊരു കോയിത്തരം കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത ആളല്ലേ കഴിച്ച്. ഇവരേതാ എനിക്കറിയില്ല. അപ്പൊ ജസ്റ്റ് ഇരുന്ന് കാണിച്ചു. അതുവരെ വളഞ്ഞാലോ. ഓക്കെ അല്ല മോനസേ അതെ അയാം പ്രോ ആണ്. ജസ്റ്റ് ഞാൻ ഇപ്പൊ ന്യൂബ് പോലെ കളിക്കണുള്ളൂ. ഓക്കെ ജസ്റ്റ് അവൻ മൈൻഡ് പോലും ചെയ്തില്ല ഗൈസ്. മൈൻഡ് പോലും ചെയ്തില്ല അല്ലേ. ഓക്കെ ഞാൻ നേരെ ആത്മഹത്യ ഒരു സങ്കടം കൊണ്ട് ഞാൻ നേരെ സോണിന് പുറത്തേക്ക് പോയി. എന്താ ഗൈസ് എന്റെ ജീവിതം കണ്ടില്ല ഇങ്ങനെയാണ്. ഓക്കെ അപ്പൊ ഗൈസ് അവൻ വരുന്നില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു അവൻ ഇതേപോലെ ഈ റോഡ് അവനക്ക് നേരത്തെ കണക്ഷൻ പോയത്. അതുകൊണ്ട് എനിക്കറിയില്ല അവൻ പോയി അടിക്കണ്ടോ. ഓക്കെ ജസ്റ്റ് അവന്മാരിങ്ങനെ നിൽക്കുന്നുണ്ട്. അവനെവിടെ നമ്മളെ കില്ലാടി. ഓക്കെ ഗൈസ് അവൻ അതാ ഇവനാണ് അവനക്ക് ലൈക്ക് കൊടുത്തു. ഓക്കെ കാരണം അവൻ സപ്പോർട്ട് ചെയ്തതൊക്കെ അവൻ കയറിച്ചു. അവൻ അടിയിട്ടുണ്ട്. മോൻ അവൻ നോക്കാം. ഓക്കെ അവൻ നോക്കി നമ്മളെ കാട്ടുപട്ടലന്മാരെല്ലാവരും അടിച്ചിട്ട് മറ്റവളെവിടെ കഴിച്ചു. എവിടെ നമ്മളെ പ്രോക്കെ ഗൈസ്. എൻ്റെ പോലെ 2 പേര് അവിടെ നനങ്ങിയിട്ടില്ല. ഓക്കെ കഴിച്ചു. ഈ കളി മിക്കവാറും ഒരുപാട് ടൈം എടുക്കും. ജസ്റ്റ് അടിച്ചു വിട്ടാ അല്ല ഇവിടെ ഗ്ലൂ അടിച്ചിട്ടുണ്ട്. അതാ എന്താ മോള് പേടിയാണോ. ഓക്കെ കഴിച്ചു എന്തിനും പറ്റില്ല കഴിച്ച അതിനില്ല മറ്റവളായിരുന്നു രണ്ടയിലൂടെ വന്ന് ഗൈസ് അടിച്ചിട്ടോ. ഓക്കെ ശരി സോണിനുള്ളിലേക്ക് പോയി നിങ്ങൾ തോൽക്കരുത്. അയ്യോ ഗൈസ് അങ്ങനെ വിചാരിച്ചാൽ മതി. രണ്ടാമത്തെ റൗണ്ട് നമ്മൾ വിജയകരമായി നമ്മൾ തോറ്റിരിക്കുന്നു. ഓക്കെ അതാണ് എൻ്റെ ആഗ്രഹം. മനസ്സിലായോ ഗൈസ്. മൂന്നാമത്തെ റൗണ്ട് മത്സരം കളിക്കാൻ നമ്മൾ MB40 അറിയാലോ. പവർ ആണ്. ഓക്കെ ഗൈസ് സത്യം പറഞ്ഞാൽ ഒരു സ്കിൻ എക്യൂപ്പ് ചെയ്തിട്ടില്ല. കാരണം സ്കിന്നില്ല നമ്മൾ ന്യൂബ് ജസ്റ്റ് ഒരു കോയിത്തരം പ്രാങ്ക് പ്ലസ് ഒരു വടക്കലും അങ്ങനെ ഒരു കിടക്കാച്ച് കണ്ടന്റ്. ഓക്കെ ജസ്റ്റ് മൂന്നാമത്തെ റൗണ്ട് നേരെ നമ്മൾ സോണിന് പുറത്തേക്ക് പോകണം. 3 റൗണ്ട് തോറ്റിട്ട് എന്താ ചെയ്യുക ഗൈസ്. നമ്മളെ ന്യൂബായില്ലേ പറയും ന്യൂബാണ്ടിന്റെ ഗൈസ് കളി ടെസ്റ്റ് കണ്ടോളൂ ഗൈസ്. ഞാൻ പുറത്തേക്ക് പോണേ. അറിയാലോ കണ്ടില്ല ഇവിടെ നമ്മൾ ഗരീനൊക്കെ പറ്റി തെറ്റാണ് ഗൈസ്. നമ്മൾ ഇത്ര സോണ് പുറത്തേക്ക് ആയില്ലേ. നമ്മക്ക് യാതൊരു ഡാമേജ് ചെയ്തു. കാരണം അറിയില്ലോ ഗരീനെ വരെ വളഞ്ഞു ഗൈസ്. അറിയാലോ അതാണ്. ഓക്കെ അപ്പോൾ നമ്മൾ നേരെ വീണ്ടും നമ്മളെ ശത്രുക്കളെ അടുത്തേക്ക് മീൻസ് നമ്മളെ ഈ റൗണ്ട് പോലെ ജയിക്കാനായിക്കരുത്. കാരണം ഇനി ജയിച്ചാൽ 3 റൗണ്ടാണ്. 3 ജയിച്ചാൽ 4 ജയിച്ചാൽ കളി തോറ്റോക്കെ. അപ്പോൾ ജസ്റ്റ് ഇല്ലത്തിൽ അടിച്ചിട്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് സ്കോഡ് വായ്പ ചെയ്യുന്നത്. കാരണം അവന്മാർക്കൊക്കെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. ജസ്റ്റ് എന്നപ്പോൾ ഒരുത്തിനുള്ള ജസ്റ്റ് കണ്ടിട്ട് എൻ്റെ മോനെ ഗൈസ് വേണ്ട കാരണം ഇത് തോറ്റ് എങ്ങനെയും അടിച്ചിട്ട് പൊട്ടിച്ചു. നോക്കി ഏതറിയാലോ കേരള ബട്ട പ്രോ പ്ലെയർ ആണ് അറിയാലോ. ഓക്കെ അപ്പോൾ ജസ്റ്റ് നിന്നു ജസ്റ്റ് കവറേജ് കളിച്ചു. കാരണം അറിയാലോ കാരണം ഈ റൗണ്ട് പോയാൽ മതി. ജസ്റ്റ് അടുത്തപ്പോൾ ലോങ്ങിനടി അവള് വളർന്ന് തീരുന്നൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുന്നു. ജസ്റ്റ് അടിക്കുന്നു. അടിച്ചടിച്ചു. ഓ ഇച്ച പോന്നെ മോനെ ഞാൻ വിചാരിച്ചു അവിടെ നോക്കിയിട്ടില്ല. ജസ്റ്റ് 1 മണിക്ക് യൂസ് ചെയ്യണം. ഓക്കെ കാരണം ഏതാണ് അടി ദൂരം കിട്ടി ജസ്റ്റ് ഒരു ലൈഫ് ഉള്ളെങ്കിൽ ആ ലൈഫ് വെച്ച് അടിക്കാലോ ഗൈസ്. ഓക്കെ
അങ്ങനെ അങ്ങനെ വെയിറ്റ് നോക്കുമ്പോൾ ഒരുത്തനുള്ള അവൻ നമ്മുടെ ടീമിന്റെ അടിച്ചു. കാരണം നമ്മുടെ ടീമിനൊക്കെ അതൊക്കെ കണ്ടില്ല, ഒരു ആത്മവിശ്വാസം ഞാൻ കാരണം വന്നു. കാരണം പ്ലാൻ 100% വർക്കാണ് കഴിച്ചത്. കാരണം നമ്മൾ തന്നെ മാൻ ഓഫ് ദ മാച്ച്. ഓക്കെ ഗൈസ്, വേറെ ലെവൽ. ഓക്കെ പക്ഷെ നമ്മൾ അവിടുത്തെ നമ്മളൊരു വെസ്റ്റ് വാങ്ങാം. അല്ല ഓക്കെ വെസ്റ്റ് വാങ്ങാം. ഓക്കെ MP40 കയ്യിൽ ഓൾറെഡി ഉണ്ടല്ലോ. ഓക്കെ വെസ്റ്റ് ജസ്റ്റ് ABCD വാങ്ങാം. ഓക്കെ ABCD അറിയാലോ, പവർ ആൻഡ് മോൻസ് പവർ. ഓക്കെ ജസ്റ്റ് ABCD MP40 ഗൈസ്, വേറെ ലെവൽ കോമ്പിനേഷൻ. ഓക്കെ ജസ്റ്റ് ഗ്ലൂ വാൾ വാങ്ങിക്കണം. ജസ്റ്റ് പോവാം. ഓക്കെ ജസ്റ്റ് ഇനി അവർ ജയിപ്പിക്കാൻ അയക്കരുത് ഗൈസ്, 3 വരെ ആക്കാൻ അയക്കരുത്. അതിന് മുമ്പ് നമ്മൾ തൂത്ത് വാരണം. ഓക്കെ കരലോ എന്നെ പറ്റിയില്ല, ഓൺലൈൻ മോൻ എന്നാ സുമ്മാവാ. ഓക്കെ ഒരുപാട് പേര് പറയുന്നത് എന്റെ അക്കൗണ്ടില്ല, പഠിച്ച റിബൺ ശ്രദ്ധിച്ചത് എന്റെ അക്കൗണ്ടാണ്. ഓക്കെ കാരണം അറിയാലോ, ഇത്രയും വൃത്തികെട്ട അക്കൗണ്ടൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അറിയാലോ, ഓക്കെ ജസ്റ്റ് ഒരു കണ്ടന്റ് ആണ് ചെയ്താണ്. ഞാൻ സാധാരണ ഫ്രീ ഫയർ പ്ലെയർ അല്ല, പക്ഷെ സ്റ്റിൽ ഞാൻ പ്രോ ആണ്. എനിക്കുള്ള ഗൈസ് ഈ കളി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രമാത്രം വലിയ പ്രോ ആണ്. ഓക്കെ അപ്പോൾ ഗൈസ് ഇനി വേണമെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ആ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. കാരണം എനിക്ക് ഇങ്ങനെ ഫ്രീ ഫയർ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ കണ്ടന്റ് റിയാക്ഷൻ കാണാനായതുകൊണ്ട് നമ്മൾ ചെയ്യാത്തതൊക്കെ ജസ്റ്റ് വന്നപ്പോൾ ഒരുത്ത കിളി പോയി നിൽക്കണം ഗൈസ്, നേരെ ചെന്ന് തല ടാക്ക് അടിച്ചിട്ടൊക്കെ ഒരു എത്ര റെഡുള്ള ഡാമേജ് കൊടുത്തോണ്ട് ആദ്യമായിട്ടല്ല നമ്മൾ അറിയാമല്ലോ നമ്മൾ പവറേഷാണ്. ഓക്കെ മുകളിൽ കയറി നോക്കുമ്പോൾ ഒരുത്തനില്ല, ജസ്റ്റിനെ പേടിച്ച്. കാരണം സ്ക്രീനിൽ തെറ്റിപ്പോയപ്പോൾ ജസ്റ്റിനെ നോക്കുമ്പോൾ ഒരുത്തടെ കടക്കിന് അവനെ നമ്മൾ എണീപ്പിച്ച് കൊടുത്തൊക്കെ ഏട്ടാ എന്തിനാട്ടാ. കാരണം അറിയാലോ കേരള വല പ്രോ പ്ലെയർ. ഓക്കെ ഗൈസ് ലോങ്ങാണ്ടപ്പോൾ ജസ്റ്റ് ഗ്ലൂ ആയിട്ടപ്പോൾ ലോങ്ങാണ്ടി നിന്ന് നോക്കി അതിനുള്ളിൽ അതിനടിയിൽ കാണിച്ചത് ഒരു വെടല പൈ കണ്ടില്ല പേടിപ്പിച്ച് ഇവൻ പേടിപ്പിച്ച് ഗൈസ് തന്നെ. ഞാൻ വിചാരിച്ചത് എൻ്റെ എനിമിയാണ്. ഓക്കെ ജസ്റ്റ് നിന്നപ്പോൾ അവിടെ എനിമീസ് ഉണ്ടോ ജസ്റ്റ് ഇറങ്ങി നോക്കുമ്പോൾ എനിമീസ് ഒന്നുമില്ല. ഓക്കെ അപ്പോൾ ഗൈസ് മറ്റേത് ആകെ ഒരുത്തം മാത്രമേ ഈ ഒരു മാച്ച് 2-2. അതായത് നമ്മൾ തിരിച്ച് വന്നിരിക്കുന്നു, പവർ കാണിച്ചിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ അപ്പം ഗർച്ചുമ്പോൾ അവനെ കാണാനില്ല. അപ്പോൾ ഗൈസ് എനിക്ക് തോന്നുന്നു മറ്റവൻ കൊല്ലുന്നു. കാരണം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ മറ്റവൻ കൊന്നു വിചാരിക്കുമ്പോൾ ഇല്ല ഗൈസ് ഞാൻ തന്നെ കൊല്ലേണ്ടി വരും മിക്കവാറും. ഒക്കെ കാരണം ഇവരും കാണില്ല ഗൈസ്. അതിനിടയിൽ ഗൈസ് കണ്ടില്ല ബാക്കിന് നല്ല ഇതിൽ അടിപ്പരും പറഞ്ഞില്ല ഗൈസ്. ഓക്കെ വെസ്റ്റ് അടിച്ചത് പൊടിച്ചു ഗൈസ്. എന്താ ഗൈസ് ഇത്രയും വല്ല പ്രോ പ്ലെയറായി എന്നോടാണ് ഇത് ചെയ്യുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളെ ചെക്കൻ പറഞ്ഞാൽ നേരത്തെ ചെക്കാൻ തോന്നുന്നു, എനിക്കറിയില്ല. നോക്കട്ടെ ഒരുത്തം വരട്ടെ. ഏതാടാ വാടാ ഒന്ന്. അത് മറ്റേ ചെറുക്കനല്ലേ ഗൈസ്, നമ്മളിപ്പോ ആത്മഹത്യയില്ല ഗൈസ്. അവനെ ചത്തു ഗൈസ്. 3 എന്റെ മോനെ കൈ വിട്ടു പോയി. ഞാൻ ചെയ്തത് ഭയങ്കര വലിയൊരു മണ്ടത്തിലായി പോയി. കാരണം ഇന്നൊരു റൗണ്ട് വരെ ജയിച്ചാൽ അവർ പോയി. ഓക്കെ നമ്മളെ പ്ലാന് മൊത്തം ചീറ്റി പോകുന്ന അവസ്ഥയാണ്. ഓക്കെ എൻ്റെ നെറ്റ് കൊണ്ട് കാരണം ഒച്ചുണ്ടാക്കേണ്ട ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് ഇങ്ങനെ ക്ഷമിക്കും. ഓക്കെ അപ്പോൾ നമ്മൾ MP40 വാങ്ങിയപ്പോൾ ജസ്റ്റ് 200 കോയിൻസ് അവിടെ നമ്മൾ ഒരു ഗനഡും വാങ്ങി. ഓക്കെ ജസ്റ്റ് ഗൈസ് ഇനിയൊന്നും നോക്കേണ്ട ആവശ്യം. കാരണം ഈ റൗണ്ട് തോറ്റ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ റൗണ്ട് തോറ്റ അവന്മാർ ജയിക്കും. നമുക്കാണെങ്കിൽ അവർക്കാണെങ്കിൽ 3 ഗൈസ്. ഞാൻ എത്ര വല്ല പ്രോ ആയിട്ട് ഒരു കാര്യമല്ല, കാരണം നമ്മുടെ തോറ്റി കഴിഞ്ഞൊക്കെ. പക്ഷേ എൻ്റെ ആത്മവിശ്വാസം എൻ്റെ സർവ്വകാല ഫ്രീ ഫയർ ഗരീനെയും മനസ്സിൽ ധനിച്ചുകൊണ്ട് ഞാൻ കയറി ചെല്ലാടി. എന്തൊക്കെ സംഭവിച്ചാലും ഈ റൗണ്ട് വിട്ട് കൊടുക്കരുത്. അടുത്ത റൗണ്ട് നമ്മൾ തോൽക്കരുത്. നല്ല രീതിയിൽ കവർ കൊടുക്കണമെങ്കിൽ ന്യൂബ വിളിച്ച ഒരു പ്രശ്നമല്ല. കാരണം ഈ കളി കഴിയും പറയാൻ പറ്റാം ന്യൂബാണോ ഇൻസ്റ്റാ ഗെയിമറാണോ മീ ഗെയിമറാണോ. കാരണം അതായിട്ട് ഗൈസിലായി നമ്മുടെ ടീമായിട്ട് ഒരുത്തിന് നോക്കായി. ഓക്കെ ഗൈസ് സത്യം പറഞ്ഞാൽ മനസ്സിൽ ഭയങ്കര പോയിട്ടുണ്ട്. കാരണം ഓരോരുത്തരും നോക്കാൻ കാരണം തന്നെ ഞാനല്ല ഗൈസ്, അവർ കളിക്കാത്തതുകൊണ്ട് ഒന്നാമത് കാര്യം. പിന്നെ അറിയാലോ, പിന്നെ ഞാനൊരു പ്രോ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ രക്ഷിക്കാൻ വരുന്ന അവർക്ക് തോന്നിയിട്ടാവും ഗൈസ്. ഒരുത്തരുടെ ഡാമേജ് ഒന്നും അടിച്ചിട്ട്. ഓക്കെ കാരണം അറിയാലോ ഗൈസ് അവനെ തീർക്കാൻ പോകണം. കാരണം നമ്മൾ ഗനഡറിന് തീർക്കും. കാരണം അറിയാലോ അവനെ അടിച്ചുകൊണ്ടില്ല ജസ്റ്റ് എന്തെങ്കിലും വന്നാൽ പണി പാടും. കാരണം ഗനഡറിനും ജസ്റ്റ് നമ്മൾ തിരിഞ്ഞുകൊണ്ടുമ്പോൾ എൻ്റെ മോനെ ആർക്കില്ല കിട്ടി. ഓക്കെ ഗൈസ് നമ്മൾ മാക്സിമം കവർ ചെയ്ത് കളിച്ചാട്ടോ. ജസ്റ്റ് നമ്മൾ നേരെ നമ്മൾ മാത്രമല്ല മറ്റോ 3 ആൾക്കാർ കഴിച്ചു അവർ സ്കോഡ് വൈപ്പ് ചെയ്യില്ല. ജസ്റ്റ് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യൊക്കെ ജസ്റ്റ് ഇതിന്റെ മുകളിൽ കയറി ക്യാമറ എടുത്തു. കാരണം നമ്മൾ ന്യൂബ വിളിച്ചോളും ഗൈസ്. സാരമില്ല ഈ കളി കഴിയുമ്പോൾ നിങ്ങൾ പറയാൻ ഞാൻ ന്യൂബാണോ പ്രോ ആണോ. അത് ഞാൻ ആദ്യത്തെ കളിക്കുന്ന ആദ്യത്തില്ല ഈ റൗണ്ടില് കളി തുടങ്ങിയ കളിയാണ്. ഇതിന് മുമ്പിലെ കളി അതിന് മുമ്പൊക്കെയാണ് എലിമിനേറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ്. ഓക്കെ എന്നിട്ട് നമ്മളെ ഒരു വെടലെത്ര മീൻസ് നമ്മളൊരു കണ്ടന്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നോക്കാം അതായത് ഒരുത്തൻ കയറി വന്ന തല ഡിച്ചിട്ട് പൊട്ടിച്ച ഒരുത്തിന് കയറി വരുന്നില്ല ഗൈസ്. അവന്മാരെന്നെ വെടിച്ച് വിളിക്കുന്നുണ്ട്. അപ്പം വിചാരിച്ചു എന്തായാലും പോട്ടെ. ജസ്റ്റ് നിൽക്കുമ്പോൾ ഒരുത്തൻ വേണ്ടിട്ടുണ്ട് ഗൈസ്. അവനെ കണ്ടു ജസ്റ്റ് നിന്നു എൻ്റെ മോനെ ജസ്റ്റ് ഫോട്ടോ നീക്കി അടിച്ച ഒന്നുകൂടി ജസ്റ്റിനെ കൊണ്ട് അവൻ നിന്ന് തന്നു ഗൈസ്. എന്താ ഗൈസ് അവൻ ഒറ്റ അടിക്കൊക്കെ അവൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ട് ഗൈസ്. ഒരുത്തൻ നോക്കിയ സമയത്ത് മറ്റവരുണ്ട് ഗൈസ്. വീണ്ടും അവളെ ഇറങ്ങിയോട് ഗൈസ്. അവന്മാർക്കൊണ്ട് കണ്ണ് കാണില്ല ഗൈസ്. അവന്മാരെ അടിച്ചിട്ടടിച്ച് എൻ്റെ അവിടെ നിൽക്കുന്നത് തീരെ സേഫ് അല്ലോ. ജസ്റ്റ് നേരെ മാറി ഒരു മെഡിക്കൽ അടിക്കൊക്കെ. കാരണം ജോണും കൂടെ ഡാമേജ് ഉണ്ട്, നമുക്ക് അവന്മാരും കൂടെ ഡാമേജ് ഉണ്ട്. അവസാനം ഡാമേജ് ഗൈസ്. വേറെ ഒരു കയ്യിൽ ആകെ ഒരു മെഡിക്കൽ ഉണ്ട് ഗൈസ്. ആ ഒരു മെഡിക്കൽ ഉപയോഗിച്ച് ഈ ഒരു മാച്ച് മൊത്തം കളിക്കാൻ പറ്റുന്ന ജസ്റ്റ് കമന്റ് ഒക്കെ ഗൈസ്. നമ്മളാണെങ്കിൽ അവർക്കാണെങ്കിൽ
3 കഴിച്ച് എവിടെ കിടക്കണം കഴിച്ച് എവിടെ കിടക്കണം ഓക്കെ. മറ്റവനെ കയറുന്നു ജസ്റ്റ് അടിക്കുക, അവനെ വെസ്റ്റ് അടിച്ച് പൊട്ടി തലടിച്ച് പൊട്ടിക്കണം ഓക്കെ. ജസ്റ്റ് ആദ്യം കയറുന്നു ജസ്റ്റ് കവറെടുത്ത് വീണ്ടും അടിച്ചടിച്ച് ജസ്റ്റ് എൻ്റെ പൊന്നെ കഴിച്ച് കേരള വല്ല പ്രോ പ്ലെയർ ആണെന്ന് വിശ്വസിച്ചില്ല. നിങ്ങൾ വിശ്വസിക്കേണ്ട സമയമായിരിക്കുന്നു. ജസ്റ്റ് അവിടെ ഞാൻ വിളിച്ചു അവിടെ എന്റെ മോനെ അവന്മാരാണെങ്കിൽ അവിടെ പോലെ ദില്ലിക്കാരാണെന്ന് തോന്നുന്നൊക്കെ ഭയങ്കര ആർപ്പ് പൊളി കൂക്കലൊക്കെ ഉണ്ട്. ജസ്റ്റ് ഞാൻ ടീമത്തെ സൗണ്ട് വളരെ കുറച്ച് വെച്ചോ കഴിഞ്ഞിട്ട്. പക്ഷെ നമ്മൾ 4ാമത്തെ റൗണ്ട് അത് അവസാനത്തെ റൗണ്ടിൽ അവർ ജയിച്ച അവസാനത്തെ റൗണ്ട് നമ്മൾ ജയിച്ചാൽ വീണ്ടും ഒരു റൗണ്ടായി മാറുന്നൊരു റൗണ്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഓക്കെ. ലൈക്ക് ദിസ് ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ എത്തിയിരിക്കുന്ന സമയമായിരിക്കുന്നു. അതായത് 2-3 സിറ്റുവേഷൻ ഒക്കെ നമ്മൾ 1-3 നമ്മൾ കളി തുടങ്ങി. 1-3 ഞാനൊരൊറ്റ പ്രോ പ്ലെയർ കാരണം ഇപ്പോൾ 2-3 എത്തിയൊക്കെ. ഇത് തോറ്റാലും എനിക്കൊരു നാണക്കേടില്ല ഗൈസ്, കാരണം എനിക്ക് അറിയാലോ അത്രയും മാത്രം എഫേർട്ട് എടുത്തിട്ടാണ് ഒരു മാച്ച് കളിക്കണം ഓക്കെ. അങ്ങനെ ഗൈസ് നമ്മുടെ ടീമിന്റെ ഒക്കെ പോകണമെന്ന് വിചാരിച്ചു. അവന്മാർ പോയിക്കോട്ടെ LW മാച്ച് കൊടുത്തപ്പോൾ ഗൈസ് ഇറ്റന് കോണി, കാരണം മാക്സിമം അടിക്കണം അവന്മാർ കവർ ചെയ്ത് കളിക്കാണ് ഓക്കെ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അറിയാലോ നമ്മളെ കയ്യിൽ LW വിചാരിച്ചിട്ടില്ല കറങ്ങിച്ചിട്ടുണ്ട് അവന്മാർ അടിച്ചു. കാരണം അങ്ങനെ അടിക്കാൻ അടുത്ത് കഴിച്ചു അവന്മാർ നല്ല രീതിയിൽ നമ്മൾ ടീമിനെ കൊടുക്കണേ. നമ്മുടെ ടീമിന്റെ ആർത്ത് വിളിക്കണം മോനസേ സോറി എന്റെ പേര് മാറില്ല ഓൺലൈൻ പ്രോ പ്ലെയർ വന്ന് തൂത്തി അടിച്ച് വരടാനൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് പറ്റില്ല, കാരണം ഞാൻ ജസ്റ്റ് കവർ ചെയ്ത് കളിക്കാനും 2-3 ഗൈസ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ പടം ജസ്റ്റ് വന്നു എനിക്ക് പൊന്നെ 154 ഡാമേജ് നോക്കില്ല. അവസാനം നിൽക്കുന്നു ജസ്റ്റ് കൊണ്ടില്ല പിന്നെ സ്കോപ്പ് ചെയ്ത് അയ്യോ എന്റെ പൊന്നെ ഗൈസ് അവസാന സമയത്ത് ഈ AWM പരിപാടികൾക്ക് ഗൈസ് അതാണ് അറിയാലോ ഗൈസ്. നമ്മുടെ ടീമിന് ഒരൊറ്റ മാത്രം നമ്മുടെ ടീമിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഓക്കെ. എന്താ പക്ഷേ ഈ മാച്ച് പോയാണ് ജസ്റ്റ് MP4 നിക്ക് അവനെ തല അടിച്ചു പിടിച്ചു ഓക്കെ. തല മീൻസ് അവൻ നോക്കി കംപ്ലീറ്റ് ആക്കി ഓക്കെ. ജസ്റ്റ് വരുമ്പോ ഒരുത്തി തല നിൽക്കുന്ന ഗൈസ് നമ്മൾ നേരെ സ്കോപ്പ് ഒരുത്തനാണ് അവനെ അടിച്ച് ഒരു അടിക്കാവൻ ഗൈസ് കൂടുതൽ ഗൈസ് AWM ഗൈസ് എനിക്ക് കാരണം കൂടുതൽ ഇഷ്ടം, കാരണം അതൊക്കെ എന്റെ പൊന്നെ ഗൈസ് VI പണി തന്നു ഗൈസ്. ഞാൻ ജിയോയിലേക്ക് മാറണം വിചാരിച്ചു, VI പണി തന്നൊക്കെ ത്രിബിളിനെ മുകളിൽ അടിച്ച് നിൽക്കണി എന്താവുന്നു ഈശ്വരന് മാത്രം അറിയാം. എനിവേ 3-3 ത്രിബിളിന് മാറി എൻ്റെ ഒരു ഹാർട്ട് ബീറ്റിന് കൂടെ, കാരണം ത്രിബിളിന് മുകളിൽ ഗൈസ് എന്തൊക്കെ കാണ വേണ്ടും ഗൈസ്. ഓൻ്റെ പൊന്നെ ഇവിടെ ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾ പറയൂ ഞാൻ എന്ത് ചെയ്യും? ഒരു രക്ഷയില്ല ഗൈസ്, 0 ആയി. അവിടുന്ന് 3 vs 3 അതായത് ഈ ഒരു കണ്ടന്റ് പോയ മതിലൊക്കെ. അതായത് അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ മൊത്തം വീഡിയോ ഒരൊറ്റ ഇതിൽ VI സിം ഞാൻ ഒരിക്കലും നിങ്ങൾ ആരും VI സിം കോൾ ഉപയോഗിക്കാൻ ആൾക്കാരെ പോലും ഉപയോഗിക്കും. കണ്ടു അവസ്ഥ ഉണ്ടോ VI സിം അപ്പഴേ നോക്കാം ഞാൻ നെറ്റ് ഓൺ ആക്കിയിട്ടില്ല ഓക്കെ. വീണ്ടും നെറ്റ് ഓൺ ആക്കി വീണ്ടും നോക്കുമ്പോൾ വീണ്ടും കണക്ഷൻ വരുന്നില്ല ഗൈസ്. കാരണം നിങ്ങൾ VI സിം ഉപയോഗിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ആ സിം ഉപയോഗിക്കാതിരിക്കും, കാരണം ഒരു 5 പൈസക്കില്ലാത്ത സിം, കാരണം വെറുതെ ട്രിപ്പിൾ9 വരുന്നൊക്കെ. അതിനിടയിൽ വന്നപ്പോൾ ഇങ്ങനെ അവസരം വേറെ ഒന്നും നോക്കില്ല, വേറെ നേരെ കയറിച്ചു നേരെ ഗ്ലൂ വാൾ കിട്ടൊക്കെ കയറിച്ചാൽ വിചാരിച്ചപ്പോൾ ജസ്റ്റ് കവർ ചെയ്ത് നിൽക്കാം, കാരണം നമുക്കറിയില്ല നമുക്ക് എവിടെയൊക്കെ എനിമീസ് നമുക്ക് അറിയില്ല. കാരണം അപ്പോൾ അവിടെ ഗ്ലൂ വാളിൽ ചെക്ക് ചെയ്ത് നോക്കണം നമുക്ക് അടി കിട്ടുന്നുണ്ടാകും. ജസ്റ്റ് അങ്ങനെ ഒരു പരീക്ഷ നിരീക്ഷണശാല പോലെ ആക്കുക. ജസ്റ്റ് കയറുന്നപ്പോൾ അവിടെ എനിമീസിൽ അപ്പോൾ മനസ്സിലായി അധികം നേരമായിട്ടില്ല ഓക്കെ. ഞാൻ വിചാരിച്ചു ത്രിബിളിനെ വന്നപ്പോൾ ഒരുപാട് നേരമായിരിക്കണം നമ്മൾ വന്നപ്പോൾ ഓക്കെ. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുമ്പോഴൊക്കെ എനിമീസ് ഒന്നും കാണില്ല ഗൈസ്. എന്തുവാ ഗൈസ് അവസാനത്തെ റൗണ്ട് ഇതൊരു ഭയങ്കര വലിയ കണ്ടന്റാണ് വിചാരിച്ച റൗണ്ട് ഓക്കെ. ജസ്റ്റ് വീടിന്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കട്ടെ, അവിടെ എല്ലാ എനിമീസ് ക്യാമറ എടുക്കണ്ടോ അവൻ മനസ്സിലായി ഗൈസ്. അവന്മാരും പ്രോ പ്ലേയേഴ്സ് തന്നെയാണ് ഓക്കെ. അതായത് പക്ഷെ എൻ്റെ മുമ്പിൽ വെറും കീടങ്ങളൊക്കെ അതായത് ചാണകമല്ല ഗൈസ് ഓക്കെ. ഗൈസ് ഞാൻ അവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ AWM കറങ്ങൊക്കെ അവൻ വിചാരിച്ചു എൻ്റെ ബ്ലൂ വാളിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ചോട്ടി കയറിയിട്ട് അയ്യോ നടന്നില്ല ഗൈസ്. എന്തുവാ ഗൈസ് ഓക്കെ. അവിടെ ഒന്നും എനിമീസ് ഇല്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് തിരിക്കാൻ വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് ചാടി എനിവേ ഗൈസ് ഒരുത്തം മാത്രമുള്ള അവന്മാരുടെ ടീമിലൊക്കെ. അതായത് ഒരുത്തൻ നോക്കായി കിടക്കാണ് ഒരുത്തം മതി. നമ്മുടെ ടീമേറ്റിലൊക്കെ ഭയങ്കര വലിയ ഊർജിതാവസ്ഥയും വന്നിട്ടൊക്കെ ഗൈസ് പറഞ്ഞു ജസ്റ്റ് AWM വെച്ച് കൊടുക്കണേ. AWM MP40 എൻ്റെ മോനെ ഗൈസ് AWM MP40 മാറുകയാണ്. ഞാൻ നോക്കാം പിന്നെ എന്തിനാ ഗൈസ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അവനെ തീർത്ത് മറ്റേ റിവൈവ് ചെയ്തതാണ് ഗൈസ്. അവനെ തീർത്തിട്ട് ഇനി ഒറ്റ അവൻ എനിക്ക് കിട്ടും. ജസ്റ്റ് എനിക്ക് അതിൽ ഗെയിനോടൊക്കെ അങ്ങനെ വാരി തൂരി വരുമ്പോൾ അവൻ തന്നെ സീഡി കിടക്കണം. ഞാൻ കണ്ടില്ല ഗൈസ്. വീണ്ടും AWM എടുത്ത് ചടപ്പട മോനെ ഫൈനലി ഞാൻ പറഞ്ഞ ആ ഒരു കണ്ടന്റ് എത്തിയത്. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യമൊക്കെ. ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ. ബൈ.